ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ ഒരു പുതിയൊരു ഡിഷാണ് ട്രൈ ചെയ്യുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, ദാൽ തടുക്ക എന്ന് പറയും. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ കുറച്ച് പരിപ്പെടുത്തിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ്. അതിലോട്ട് കുറച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ഉപ്പും ചേർക്കുക. ഇത് കഴിഞ്ഞിട്ട് അത് വേവിക്കാൻ വേണ്ടി വയ്ക്കുക. വേവിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മസാല ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ പോകുന്നത്, അതിനൊരു പാൻ ചൂടത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മളൊരു കുറച്ച് ഓരൊഴിക്കുക. 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും ഏകദേശം. അത് ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മളിവിടെ അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഉള്ളി ഫുള്ളായിട്ട്, ഒരു വലിയ പച്ചമുളക്, വെളുത്തുള്ളി, ഒരു 5 അല്ലി, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് ഇഞ്ചി, പിന്നെ കടുക്, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചുവന്ന മുളക്, 2 തക്കാളി. ഇത്ര സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ചുവന്ന മുളകാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ട് ഈ ദാൽ തടക്കയുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കടുകിടുന്നു. കടുക് ഏകദേശം പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ജീരകം ഇടുന്നു. ചെറുജീരകമാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ വെളുത്തുള്ളി ഇടുന്നു. പിന്നെ ഇഞ്ചി. നന്നായിട്ടത് മിക്സ് ചെയ്യുക. ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വഴറ്റുക. ഇത് കഴിഞ്ഞ് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളകും നന്നായിട്ട് ഒന്ന് വഴറ്റുക. ഏകദേശം ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അതിലോട്ട് തക്കാളി ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിളക്കുക. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിളക്കുക. ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. പരിപ്പും ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല പരിപ്പിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുകും പൊട്ടിച്ച് ചുവന്ന മുളകും പൊട്ടിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദാൽ തടുക്ക റെഡിയാവും. ഞാൻ ഒരു പാനിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറും കുറച്ച് ഓയിലുമാണ് ഒഴിക്കുന്നത്. ബട്ടർ ഒഴിക്കുന്നത് കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയാണ്. ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുറച്ച് കടുകും, കുറച്ച് ജീരകം നോക്കി ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കുറയ്ക്കാം. ഏകദേശം പൊട്ടി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലോട്ട് ചുവന്ന മുളക് ചേർക്കുന്നു. ഏകദേശം വാടി കുറച്ച് മലയാളി ചേർക്കുന്നു. നമ്മൾ ഈ ദാൽ തടക്കയിലേക്ക് മിക്സ് ചെയ്യണം. ഇപ്പോൾ ദാൽ ഫ്രൈ ആണ്. മിക്സ് കഴിഞ്ഞാൽ ദാൽ തടക്കയായി. ഓക്കെ, അങ്ങനെ നമ്മുടെ ദാൽ തടുക്ക റെഡി ആയിരിക്കുകയാണ്. ഇത് വളരെ സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കാൻ. നമുക്ക് വീട്ടിലെല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഒന്നാണ്. പക്ഷേ ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. പക്ഷെ നമുക്ക് സാധാരണക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. എങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.